ഞാൻ ചെയ്തത് തെറ്റായി പോയോ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ജനലൊക്കെ പ്രാവ് കൂട് കൂട്ടി മുട്ടയിട്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നല്ല മഴയുള്ള ദിവസമായിരുന്നു, ഞാനത് കണ്ട കേട്ടോ. അന്നേരം ഞാൻ എൻ്റെ സൈഡിൽ തെർമോക്കോളും തണുക്കാണ്ടിരിക്കാൻ സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്ത് സെക്യൂറാക്കി വെച്ചായിരുന്നു കേട്ടോ. പിന്നെ 2 ദിവസത്തേക്ക് പ്രാവ് വന്ന കണ്ടെങ്കിലും 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രാവിനെയും കാണുന്നില്ല, മുട്ടയും കാണുന്നില്ല കേട്ടോ. അപ്പോൾ അത് തള്ളി താഴെ ഇട്ടാണോ അല്ലെങ്കിൽ വേറെ പ്രാവ് വന്ന് എന്താ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. വേറെ കിളി വന്ന് കൊത്താനുള്ള ഗ്യാപ്പ് അതിനില്ല കേട്ടോ. പക്ഷേ മുട്ട അവിടെ ഇല്ല, തള്ളി താഴെ ഇട്ടാണെന്നാണ് തോന്നണേ. പക്ഷേ ഈ നമ്മുടെ വീടിൻ്റെ ഇപ്പുറത്തെ ജനലൊക്കെ വേറൊരു മുട്ടയിട്ട് കുഞ്ഞുണ്ടായിട്ടുണ്ട് കേട്ടോ, കുഞ്ഞുണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അവിടെ വേറൊരു പ്രാവ് ചത്തും കിടപ്പുണ്ടേ. അപ്പോൾ ഞാൻ ആ പ്രാവിനെ എടുത്ത് മാറ്റിയില്ല, കാരണം അമ്മപ്രാവ് പോയി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ജനിച്ചപ്പോൾ പോലും ഇവിടെ ഇരിക്കണേ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ വേറെ പ്രാവ് ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണോ അമ്മപ്രാവ് ഇങ്ങനെ ഇവിടെ വന്ന് മുട്ടയിട്ടേ കൂട്ടിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഇതിങ്ങനെ ദ്രവിച്ചിരിക്കുവാണ് കേട്ടോ പ്രാവ്. അപ്പോൾ ഞാൻ അന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങൾ വലുതായി, കുഞ്ഞുങ്ങൾക്ക് തീറ്റയൊക്കെ ഒന്ന് കൊടുക്കണം കാണാൻ പറ്റും. ഇപ്പോൾ ചിറകൊക്കെ വന്ന് അതുങ്ങൾ ചിറകൊക്കെ വന്നിട്ട് പറന്നിട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ, കുഞ്ഞുങ്ങളുടെ ഇത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. 2 പ്രാവ് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ആ പ്രാവിനെ എടുത്ത് ഇവിടുന്ന് മാറ്റിയിട്ടോ. ചത്തിങ്ങനെ ഒന്നുമില്ല, എന്തെങ്കിലും കട്ട് പോലെ ഇരിക്കണ ഒരു പേപ്പർ പോലെ. അപ്പോൾ അതിപ്പോൾ എടുത്ത് മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. നമ്മൾ ഈ പ്രാവിൻ്റെ മുട്ട തൊട്ട കൊണ്ടാണോ അത് പോയെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ചാച്ച ബൈ.